ക്ലാരിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക, അങ്ങനെ പോയാൽ മാത്രമേ നമുക്കിത് നല്ല സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന പല കോളേജസിലും അത് 1, 2, 3 വർഷം മുമ്പ് തുടങ്ങി ചെയ്ത് ഇപ്പം അത് സക്സസ്ഫുൾ ആയി അവർ നടത്തുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ടൈം എടുക്കും, എന്നാൽ മാത്രമേ അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അത് അപ്പൊ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള സിജിൻ സാറുണ്ട്, വിധു ഉണ്ട്, മറ്റേ അങ്ങനെ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ആരുടെ അടുത്തു നിന്നായാലും അതിന്റെ ഇത് അന്വേഷിച്ച് അതൊന്ന് ക്ലിയർ ചെയ്ത് അവിടെ ഇട്ടിട്ട് പോകരുത്. അയ്യോ ഇതിനൊക്കെ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞേച്ച് നിങ്ങൾ തന്നെ ഒരു ഇതിലേക്ക് പോകരുത്. ഒരു മിനിറ്റ്, ഇത് ഒരു ഫോൺ വരുന്നുണ്ട്. കേൾക്കാമോ എന്നെ? കേൾക്കാനുണ്ട്. അപ്പോ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ അത് ആ ഒരു ലെവലിൽ അതിനെ എടുത്ത് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ കോർഡിനേറ്റേഴ്സിനെ നമ്മൾ വെച്ചിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടത്തുക. അത് മറ്റുള്ളവർക്ക് കൂടെ എല്ലാവർക്കും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോവുകയും എല്ലാവരും കമ്മ്യൂണിക്കേഷൻ കാണുകയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു കോർഡിനേറ്റേഴ്സിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോർഡിനേറ്റേഴ്സ് ആണ് എല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ധാരണ ഉണ്ടാവരുത് ഒരിക്കലും. എല്ലാ ടീച്ചേഴ്സും ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കോഴ്സ് കണ്ടന്റും കോഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പോയാൽ മാത്രമേ ഇത് നന്നായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതില് യാതൊരു തരത്തിലുള്ള അമാന്തോ അല്ലെങ്കിൽ ഒരു മടിയോ കാണിക്കാതെ പോയാൽ നമുക്ക് നന്നായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ മോഡിൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്ഷൻസും നമുക്ക് തരുന്ന ഒരു സാധനമാണ്. ക്ലാസ് എടുക്കുക എന്ന് മാത്രമല്ല, റെക്കോർഡ് ചെയ്ത് ക്ലാസ്സുകൾ ഇടാനുള്ള സൗകര്യങ്ങൾ, ക്വിസുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ, വാല്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം എങ്ങനെ ഉപയോഗിക്കാം, ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡിസ്കോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള അത് നിങ്ങൾ സെൽഫ് സ്റ്റഡീസിലൂടെ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത് പ്രകാരം നിങ്ങൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അതിൽ പ്രാവീണ്യം നേടുക. അതാണ് എനിക്ക് എല്ലാ സഹപ്രവർത്തകരോടും പറയാനുള്ളത്, എല്ലാ ടീച്ചേഴ്സിനോടും പറയാനുള്ളത്. അങ്ങനെ നമുക്കിത് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. അതിലാരും മാറി നിൽക്കരുത് എന്ന് ഒരു പ്രത്യേക അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇത് നമുക്ക് 1 ഇയറിനുള്ളിൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിനെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അത് കാലക്രമത്തിൽ എല്ലാ ക്ലാസ്സുകളും ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓഫ് കോഴ്സ് അതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സിജിൻ സാർ ക്ലിയർ ചെയ്യും. ഗൂഗിൾ മീറ്റുകൾ വേണ്ടെടുത്ത്, അതായത് ചില സ്ഥലത്ത് നമുക്ക് അവരോട് ഡയറക്റ്റ് ആയിട്ട് കണ്ട് ഇന്ററാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാമായിരിക്കും. പക്ഷെ ജനറലി ഈ അത്തരം റെക്കോർഡഡ് മെസ്സേജസ് അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ മോഡിലിന്റെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കും ഒക്കെ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാണാനും പിന്നീട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. സോ ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ മോഡിൽ ഉപയോഗിച്ച് ക്ലാസ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ലോഞ്ച് ചെയ്ത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളന്ന് ഈ കൗൺസിൽ മീറ്റിംഗിൽ, സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനത്തിൽ ഇത് എത്രയും വേഗത്തിൽ ഈ 15-ാം തീയതി എന്നുള്ള ഒരു ഏകദേശ ഡേറ്റ് നമ്മൾ അന്നങ്ങനെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. അവരോടുകൂടി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ സഹകരണങ്ങളും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാവിധ സഹായത്തിനും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ആ മോഡിൽ ടീം വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നും അറിയിക്കുന്നു. താങ്ക് യു സിജിൻ സാറെ. താങ്ക് യു സർ. ഞാൻ ഈ മോഡിലൊരു ഇതുവരെ ചെയ്ത വർക്കിനെ കുറിച്ച് ബ്രീഫ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ആദ്യം ക്ലൗഡ് സ്പേസ് വാങ്ങിച്ചു. ക്ലൗഡ് സ്പേസ് എന്നുള്ളത് നമ്മുടെ കോളേജിനകത്ത് സെർവർ വെക്കാൻ തൽക്കാലം നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഒരു ക്ലൗഡ് സ്പേസ് വാങ്ങിച്ചു. അപ്പോൾ
we are paying around 6,000 rupees per month for this cloud. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും 24 hours കുട്ടികൾക്ക് ഇത് അവരുടെ ടീച്ചേഴ്സിന് ഇത് ആക്സസ് 24 hours. എപ്പോഴും അതൊരു ഒരു ഓൺലൈൻ സർവീസ് ആയിരിക്കും. അതുകൊണ്ട് ഏത് സമയത്തും കുട്ടികൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൗഡ് സ്പേസ് വാങ്ങിച്ചു. പിന്നെ ചെയ്തത് ഇവിടുത്തെ ഒരു 5-6 അധ്യാപകരെ, അതായത് കോളേജ് നോമിനേറ്റ് 5-6 അധ്യാപകര്, 5-6 10 അധ്യാപകര് കുട്ടിക്കാനം കോളേജ് ഒരു ടൈറ്റസ് സാറിന്റെ ഒരു ഇതിനകത്ത് ട്രെയിൻഡായി. അതിനുശേഷം നമ്മൾ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർമാരെ സെലക്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു നല്ല സഹകരണം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും 29-ാം തീയതിയാണ് നമ്മളിത് 15-ാം തീയതി ടാർഗറ്റ് വെച്ച് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സുമാരും കൃത്യമായിട്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഇത്രയും ഈ സമയത്ത് തന്നെ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് അവരെ കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യിച്ചു. കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് കോഴ്സിന്റെ അഡീഷൻ, അതുപോലെ യൂസേഴ്സിനെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത്, അതുപോലെ കോഴ്സിലേക്ക് അധ്യാപകരെ ആഡ് ചെയ്യുന്നത്, ഇതെല്ലാം ചെറിയ ചെറിയ വീഡിയോസ് കൊടുത്തിട്ട് അവരൊട്ടും ട്രെയിൻഡ് ആയിരുന്നില്ല. പക്ഷെ ഈ വീഡിയോസ് കണ്ടുകൊണ്ട് അവര് തീർത്തും സമയബന്ധിതമായിട്ട് അവർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ നമ്മുടെ മൂഡിലിനകത്ത് 900, അതായത് 902 അത്രയും കോഴ്സുകൾ, അതായത് അത്രയും സബ്ജക്റ്റുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ഫസ്റ്റ് ഇയറിൽ എല്ലാ കുട്ടികളുടെ യൂസേഴ്സിന്റെ ഗ്രൂപ്പുകളാക്കി മാറ്റി എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അധ്യാപകൻ ലോഗിൻ ചെയ്ത് കയറിയാൽ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന പേപ്പറുകൾ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അത്രമാത്രം വർക്കുകൾ സെറ്റ് ആയിട്ടുണ്ട്. കാലത്ത് അജൻ സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോ പ്ലേ ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പൊസിഷനകത്തും കളിക്കേണ്ട കളിക്കാരെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ അജൻ സാറിന്റെ ഒരു സ്റ്റൈൽ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മോഡലിന്റെ മൊത്തത്തിൽ ബ്രീഫിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിധു സാറിനെ ക്ഷണിക്കുകയാണ്. വിധു സാറ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടത് ഓരോ സ്റ്റെപ്പുകളും ഒന്ന് ബ്രീഫ് ചെയ്ത് കാണിക്കും. അതിന്റെ കൂടെ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു മൂഡിൽ കോഴ്സ് എല്ലാ അധ്യാപകരും ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദി ടോപ്പിക് ക്രിയേഷൻ, എങ്ങനെ ടോപ്പിക്കാക്കി ഡിവൈഡ് ചെയ്യാം എന്നാണ് ഫസ്റ്റ് വീഡിയോ. അപ്പൊ അങ്ങനെ ടോപ്പിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ഓരോ ടോപ്പിക്കിലേക്കും എങ്ങനെ ഫയൽസ് അപ്ലോഡ് ചെയ്യാവുന്ന വീഡിയോ ഉണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഷിനോജ് സാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് അതുപോലെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത അധ്യാപകരാണ് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെല്ലാം പ്രത്യേകം ഞാൻ നന്ദി പറയാം. കാരണം അവർ കൃത്യസമയത്ത് തന്നെ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പാകത്തിന് അവർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ആണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സഹായങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. മൂഡിലിനകത്ത് കുറേയധികം ഗുണങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ മനസ്സിലാവും. ഇപ്പൊ ഒരു ക്വിസ് നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം. ഇന്ന് 9 മുതൽ 10 മണി വരെ ആ സമയത്ത് ലോഗിൻ ചെയ്തിട്ട് 2 മിനിറ്റ് കൊണ്ട് ഓരോ കുട്ടിയും എക്സാം എഴുതണം. അങ്ങനെയുള്ള ഫീച്ചറൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ അസൈൻമെന്റ് നമുക്ക് ടൈം സബ്മിഷൻ ടൈം കാണാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാവരും യൂസ് ചെയ്ത് പഠിക്കുക. പെട്ടെന്ന് നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആവില്ല. കാരണം മൂഡിൽ കുറച്ച് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് യൂസ് ചെയ്യുന്ന പോലെ എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ദിസാർ ഇത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും മൂഡിലിനെ കുറിച്ച്. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിസാറിനെ ഇത് ചെയ്യാനായിട്ടും ഡെമോൺസ്ട്രേഷന് വേണ്ടി സ്വാഗതം ചെയ്യാം. താങ്ക് യു സിജിൻ സാർ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? യെസ് സർ. ഓക്കെ. അപ്പൊ നമ്മള് മൂഡിലിനെ പറ്റി ഒരുപാട് ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണിത്. അതായത് നമ്മള് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ചാണ് UC കോളേജിന് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിച്ചതാണ്. അപ്പൊ ഇത് ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് മറ്റാരുടെയും കൈകടത്തിലൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പൈസ വേണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആലുവ UC കോളേജിന്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ കുറെ ആളുകളുടെ നല്ല പരിശ്രമമുണ്ട്.
അത് MCA ഡിപ്പാർട്ട്മെന്റിലെ ഷൈൻ സാറാണ് ഇതിന്റെ ഒരു പ്രധാന സെർവർ സൈഡ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. MCAയിലെ അധ്യാപകരുണ്ട്, അതുപോലെ സിജിൻ സാറ്, അജൻ സാറ്, ഇവരൊക്കെ ഉണ്ട്. സിജിൻ സാറൊക്കെ വളരെ അഹോരാത്രം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ് ഇതെല്ലാം ഇന്ന് ഈ കാണുന്ന തരത്തിൽ എത്തിയത്. അത് ഞാൻ പറയാതെ പോയാൽ അതൊരു വലിയ കഷ്ടമായിരിക്കും, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സിജിൻ സാറാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്, ഈ മൂഡിലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് സിജിൻ സാറാണ്. അത് നേരത്തെ തീരുമാനമായിട്ടുണ്ട്. അത് സാറ് അതിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുകയൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞാനുണ്ട്, അജൻ സാറുണ്ട്, ഞങ്ങൾ അതുപോലെ നമ്മുടെ ടീമിലുള്ള അംഗങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സാർ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതില് സിജിൻ സാർ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിൽ നമുക്കൊരു അപരിചിതത്വം അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അത് ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നത് പോലെ ഉള്ളൂ. പക്ഷെ ഗൂഗിൾ ക്ലാസ് റൂം ചെയ്ത ആളുകൾക്ക് ഇത് ഒരു പ്രയാസമുള്ള കാര്യമാവുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് അറിയാൻ കഴിയും. അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞ് നമ്മുടെ സമയം കളയാനില്ല, ഈ ഉച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇതിന്റെ സൈറ്റിന്റെ അഡ്രസ് LMS. സ്ക്രീൻ കാണുന്നില്ലല്ലോ, ഷെയർഡ് സ്ക്രീൻ. ഒരു മിനിറ്റ് സാർ, ഷെയർ ചെയ്യാം. ഇപ്പോൾ കാണാമോ? ഇല്ല, കാണാമല്ലോ, ഇപ്പോൾ കാണാമല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ UC കോളേജിന്റെ മോഡിലിന്റെ സ്ക്രീന്. അപ്പൊ ഇത് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ LMS ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം LMS.uccollege.edu.in എന്നുള്ള ഇതാണ് നമ്മുടെ ഈ മൂഡിൽ സൈറ്റിന്റെ അഡ്രസ്. ഈ അഡ്രസ് എല്ലാവരും ഓർത്തിരിക്കുക, LMS.uccollege.edu.in. നമ്മുടെ സൈറ്റിന്റെ അഡ്രസ് uccollege.edu.in എന്നാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിനു മുമ്പ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള LMS കൂടി ചേർത്താൽ മതി. അപ്പോൾ മൂഡിൽ എന്താണെന്നൊന്ന് അതിനു മുമ്പ് പറഞ്ഞോട്ടെ. അതിന്റെ ഒരു ചുരുക്കപ്പേരാണ് മൂഡിൽ എന്നുള്ളത്. മോഡുലാർ ഒബ്ജക്ട് ഓറിയന്റഡ് ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നതിന്റെ ചുരുക്കപ്പേരാണ് മൂഡിൽ. അത് മാർട്ടിൻ ഡൗഗിയാമസ് എന്ന് പറയുന്ന ഒരാളാണത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ലോകത്തൊട്ടാകെ ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ഒരു വലിയ കൂട്ടായ്മ മൂഡിൽ ഡെവലപ്മെന്റ് ടീമുണ്ട്. മാർട്ടിൻ ഇനി അത് ഒഴിവാക്കി പോയാലും ബാക്കിയുള്ളവർ ഇത് തുടർന്നുകൊണ്ട് പോകും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. അതുപോലെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എടുത്തിട്ട് നമ്മുടെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ കൺട്രോളും നമ്മുടെ കയ്യിലാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ആദ്യമേ ഒരു ഉറപ്പിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ലോഗിൻ സ്ക്രീൻ. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സിന് അറിയാമായിരിക്കും. പിന്നെ എല്ലാവരുടെയും മിക്കവാറും നൽകിയിട്ടുള്ള ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറുമാണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡുമായിട്ട് നിലവിലുള്ളത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നോക്കുക, നിങ്ങൾക്ക് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ഇതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ UC കോളേജിന്റെ മൂഡിലിന്റെ ഇന്റർഫേസ് LMS.uccollege.edu.in. നമ്മൾ ലോഗിൻ ചെയ്ത് ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഡാഷ്ബോർഡാണ് ആദ്യം കാണുന്നത്. നോക്കുക, ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ഒരു പുതിയ ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയം ഉണ്ടാവാം. അപ്പൊ ഇതിലെ ഉള്ള സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓരോന്നിനും നമ്മൾ ഒന്നും ഭയപ്പെടേണ്ടല്ല, കാരണം അതിന് മുകളിലേക്ക് ഇത് വെക്കുമ്പോൾ തന്നെ ഓരോ കാര്യം എന്താണെന്നുള്ളത് അവിടെ കാണിച്ചു തരും. കാണുന്നുണ്ടോ? ഡാഷ്ബോർഡ് എന്ന് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ കഴിയും. എല്ലാവർക്കും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഡാഷ്ബോർഡ് എന്നുള്ള ആ ഒരു സൈഡിലെ ഐക്കൺ കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ് അടുത്ത സൈറ്റ് ഹോം. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന പേജാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും കാണാം. നമ്മുടെ കോഴ്സുകളൊക്കെ അവിടെ കാണാൻ കഴിയും. ഓരോരുത്തരും ലോഗിൻ ചെയ്ത് ചെല്ലുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അവിടെ താഴെ കാണാൻ കഴിയും. ഇത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ളതുപോലെ ഒരു ഫേസ് ഡിസൈൻ ഒക്കെയോട് കൂടിയാണ് ഇതിവിടെ കാണുക. ഓരോ കോഴ്സിന്റെയും പേര് അവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളെ അധ്യാപന നിലയിൽ നമ്മളെ റോള് തന്നിട്ടുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ അത് ഏത് സെമസ്റ്റർ ആണെന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ടാവും. കോഴ്സിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് സൈറ്റ് ഹോം എന്നുള്ളതാണ് അടുത്ത ഒരു ഐക്കൺ. നോക്കാം, സൈറ്റ് ഹോം. ഇതെടുക്കുമ്പോൾ
നമ്മുടെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ സൈറ്റിന്റെ മുഴുവൻ കോഴ്സ് കാറ്റഗറീസ് ഇവിടെ കാണിക്കും. PG കോഴ്സ്, MBA, MCA, MSc, MA, പിന്നെ അത് കഴിഞ്ഞിട്ട് UG, BCom, BSc, BA. ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ് ഡിവിഷനുകൾ ഓരോ ഇതും കാണാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് MSc നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ MSc കോഴ്സ് ഏതാണെന്നുള്ളത് MSc ബയോടെക്നോളജി മുതൽ MSc ഫിസിക്സ് വരെ ഇങ്ങനെ അക്ഷരമാല ക്രമത്തിൽ അല്ലെങ്കിൽ ഒരു ക്രമത്തിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അതത് കോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫിസിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ സെമസ്റ്ററും കാണിക്കും. 4th സെമസ്റ്റർ, 3rd സെമസ്റ്റർ, 2nd സെമസ്റ്റർ, 1st സെമസ്റ്റർ. ഇവിടെ ഈ സെമസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെമസ്റ്ററിലുള്ള ഫിസിക്സിന്റെ കോഴ്സുകൾ നമുക്ക് കാണാം. ജനറൽ ഫിസിക്സ്, പ്രാക്ടിക്കൽ, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ ഓരോ കോഴ്സായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ആ 1st സെമസ്റ്ററിലുള്ള 5 കോഴ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത് ഓരോന്നും ക്ലിക്ക് ചെയ്താൽ അധ്യാപകർക്ക് അതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് സൈറ്റ് ഹോം എന്നുള്ളത്. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ ആണ്. ഈ ഐക്കൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വീടിന്റെ പടമുള്ള ഈ ഐക്കൺ നമ്മൾ ശ്രദ്ധിക്കുക. ഇതില് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമുണ്ട്. എല്ലാവർക്കും പൊതുവായിട്ട് ആവശ്യമുള്ള ഒരു ഭാഗമാണ് മിസ്ലേനിയസ് എന്ന് പറയുന്നത്. ഇത് നോക്കുക. ഇതില് മോഡിൽ ട്രെയിനിങ് ടു ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു ട്രെയിനിങ്ങിനുള്ള നിങ്ങൾക്ക് തന്നെ സ്വയം പഠിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. നമ്മൾ ഇത് മുഴുവൻ ഇന്ന് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ സമയമെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് അതതിന്റെ വീഡിയോ എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു മോഡിൽ ട്രെയിനിങ് ഷെഡ്യൂൾ തയ്യാറാക്കി, ട്രെയിനിങ് പ്ലാൻ ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അസൈൻ ഫാക്കൽറ്റി ടു കോഴ്സസ്, അസൈൻ സ്റ്റുഡന്റ് ടു കോഴ്സസ്, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. സീൻ സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഫാക്കൽറ്റി ക്യാൻ ലോഗിൻ ടു ഹിസ് അക്കൗണ്ട് യൂസിങ് ദ യൂസർ നെയിം പ്രൊവൈഡ്. അതും എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ള അത് ഓപ്ഷൻ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴ്സിനകത്തിലെ മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം അതിലേക്ക് ചേർക്കാം. അസൈൻമെന്റ്സോ ക്വിസോ ഒക്കെ ഇതിനകത്തിൽ ചേർക്കാം. അതുപോലെ പല ആക്ടിവിറ്റീസ് നമുക്ക് അതിനകത്തിൽ ആഡ് ചെയ്യാൻ കഴിയും. ഇതില് നോക്കുക, ഇതിലെ ഓരോ കാര്യവും ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യവും എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോകളുണ്ട്. നമ്മളും വീഡിയോ ഇടുന്ന സമയത്ത് ഇത് കുട്ടികൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ കഴിയുക. ഇപ്പൊ ടോപ്പിക് ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഷെർണ ടീച്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ആഡിങ് കോഴ്സ് മെറ്റീരിയൽസ്, അത് ഓരോരുത്തരും തയ്യാറാക്കിയ നമ്മുടെ ടീമിലുള്ള ആളുകൾ തന്നെ, ട്രെയിനിങ് കിട്ടിയ ആളുകൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഓരോ ഇതുണ്ട്. URL എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, കോഴ്സ് മെറ്റീരിയൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുപോലെ അസൈൻമെന്റ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഗ്രേഡിംഗ് എങ്ങനെയാണ് നടത്തുന്നത്, ക്വിസുകൾ എങ്ങനെയാണ് ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് അതിലുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ആദ്യം നമ്മൾ ആവശ്യമുള്ളത് എങ്ങനെയാണ് ഒരു ടോപ്പിക് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു വീഡിയോ ഇങ്ങനെ വരും, ടോപ്പിക് ഓർഗനൈസേഷൻ. അപ്പൊ അത് നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കാണാൻ കഴിയും, എങ്ങനെയാണ് ടോപ്പിക് ഓർഗനൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവിടെ കാണാൻ കഴിയും. ഇനിയും അടുത്ത എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതില് നമുക്കുള്ള ഹെൽപ്പ് വീഡിയോസ് ആണ് ഈ ഭാഗത്തുള്ളത്. ഇതാണ് നമ്മുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് ഓരോ കാര്യം ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സൈറ്റ് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ കലണ്ടർ ഐക്കൺ ആണ്. ഇതിനകത്തിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന കലണ്ടർ അനുസരിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഫയൽസ്, കണ്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ, മൈ കോഴ്സസ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ മൈ കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് നമുക്ക് ആ കോഴ്സിന്റെ ഇതിലേക്ക് പോകും. നമ്മുടെ കോഴ്സ് ഇപ്പൊ ഉദാഹരണത്തിന് സാഹിത്യ രചനാ സങ്കേതങ്ങൾ എന്ന് പറഞ്ഞ കോഴ്സാണ് എനിക്ക് മലയാളത്തിനുള്ള കോഴ്സ്. ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു ഡാഷ്ബോർഡ്. അതിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും അവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ ടോപ്പിക് എന്നുള്ളത് ഈ നമ്മുടെ മൂഡിൽ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അത് മാറ്റി നമുക്ക് യൂണിറ്റ് എന്നോ മൊഡ്യൂൾ എന്നോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ ടേൺ എഡിറ്റിംഗ് ഓൺ, ഇത് പ്രധാനപ്പെട്ട ഒരു ബട്ടൺ ആണ്. ടേൺ എഡിറ്റിംഗ് ഓൺ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, അവിടെ വരുന്ന മാറ്റം നോക്കുക. എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റിംഗ് ബട്ടൺസ് ഇവിടെ വരും. സൈഡിലെല്ലാം പെൻസിൽ ഐക്കൺ ഒക്കെ വരുന്നു എഡിറ്റ് ചെയ്യാനുള്ള.
രണ്ട് തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒന്ന് സൈഡിലുള്ള എഡിറ്റ് എന്നുള്ള ഈ എഡിറ്റ് സെക്ഷൻ എന്നുള്ള ഇത് കൊടുത്തിട്ട് ഇവിടെ എടുക്കുമ്പോൾ എഡിറ്റ് ടോപ്പിക് എന്ന് വെച്ചിട്ട് ആ ടോപ്പിക് ടൈറ്റിൽ എഡിറ്റ് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, ഒരു ടോപ്പിക് ഹൈഡ് ചെയ്യാം, ഒരു ടോപ്പിക് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലാതെ ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ടൈറ്റിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അവിടെ ടൈറ്റിൽ മാറ്റണമെങ്കിൽ, ടോപ്പിക് ടൈറ്റിൽ മാറ്റണമെങ്കിൽ അവിടെ മാറ്റാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിനകത്തിലെ ഓരോ കോഴ്സും ഓരോ വിഷയങ്ങൾ ആഡ് ചെയ്യുന്നതെന്നും മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതെന്നും എല്ലാം വീഡിയോസ് ഇവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ള ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ 4 എണ്ണമാണ് ടോപ്പിക് ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു ടോപ്പിക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞുള്ള ഈ താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടോപ്പിക് അതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ടൈറ്റിലുകളെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ ഓരോ വിഷയത്തിനനുസരിച്ചിട്ടുള്ള ടൈറ്റിലുകളാക്കി മാറ്റിയാൽ നമുക്കത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനും പറ്റും. ഇനി ഇത് നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ഈ സൈഡിലുള്ള ഇങ്ങനൊരു ചിഹ്നമുണ്ട്. ഇത് ഡ്രാഗ് ചെയ്യാനുള്ള മൂവ് ടൂളാണ്. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് മാറ്റാം. നമ്മളൊരു ടോപ്പിക് എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് അത് അടുത്ത ഒരു ടോപ്പിക് നമ്പർ 2 ആയതോ അല്ലെങ്കിൽ പിന്നീട് പഠിപ്പിക്കേണ്ടതാണെങ്കിലോ ഒക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ താഴോട്ടും മുകളിലോട്ടും ഒക്കെ ഡ്രാഗ് ചെയ്ത് മാറ്റാനും ഒക്കെ കഴിയും. അപ്പോൾ ഇനിയും നമുക്ക് ഈ കോഴ്സ്, ഞാൻ ഈ എടുത്ത കോഴ്സിൽ ആരൊക്കെയാണുള്ളത്, നമ്മുടെ കുട്ടികളെല്ലാം ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പഠിക്കാൻ വരുന്ന ആളുകൾ ആരുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് കോഴ്സ് എടുക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ, തുടക്കത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഞാനിവിടെ സാഹിത്യരചനാ സങ്കേതങ്ങൾ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ കോഴ്സ് എടുത്തപ്പോൾ അവിടെ ഇപ്പൊ ഫസ്റ്റ് ഇയറിനുള്ള ഒരു കോഴ്സാണ്. ആ കോഴ്സിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് പാർട്ടിസിപ്പൻസിന്റെ എല്ലാം പേര് വരും. അപ്പൊ അതിലെ ടീച്ചേഴ്സ് ആയിട്ട് സിബു സാറും ഞാനുമാണ്. ഞങ്ങൾ രണ്ടുപേരെ ടീച്ചേഴ്സിനെ ഇവിടെ ചേർത്തിട്ടുണ്ട്. താഴെ അതിന്റെ സ്റ്റുഡൻസ് ആരാണെന്നുള്ളതെല്ലാം ഓരോ കോഴ്സിന്റെയും ഇങ്ങനെ വരും. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഇവിടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ മൈ കോഴ്സസ് എന്നുള്ള ഈ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലേക്ക് പോവാം. ഡാഷ്ബോർഡിലേക്ക് നേരെ വേണമെങ്കിൽ പോവാം. ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പൊ മൈ കോഴ്സസ് എടുത്തിട്ട് ഓരോ കോഴ്സും നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ പാർട്ടിസിപ്പൻസിനെയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തിരിച്ച് വേറൊരു കോഴ്സിലേക്ക് വരണമെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മളിപ്പം BA എന്ന കോഴ്സ് എടുക്കുമ്പോൾ BA ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇങ്ങനെ എല്ലാ കോഴ്സുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ലോഗിൻ ചെയ്യുന്ന കോഴ്സിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറി ചെല്ലാൻ കഴിയുക. എല്ലാ സെമസ്റ്ററിന്റെയും ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ കോഴ്സിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സും എല്ലാ വിഷയത്തിന്റെയും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ടീച്ചേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സ് ഇനി കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ എന്തെങ്കിലും മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് ലിങ്കുകൾ ആഡ് ചെയ്യാം. അതിനുള്ള വീഡിയോ ലിങ്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ മിസ്ലേനിയസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് എങ്ങനെയാണ് ലിങ്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ അത് വിശദീകരിക്കാനാണെങ്കിൽ അല്പം സമയം വേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പൊ ഇതില് ആ ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ URL എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സ്നേഹ ടീച്ചർ ഇത് ചേർത്തിട്ടുണ്ട്. ആഡിങ് URL എന്നുള്ളത് ആ വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് URL ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതുപോലെ വീഡിയോസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ ഉണ്ട്. ഡെമോ വീഡിയോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അതിൽ അന്നേരം നമുക്ക് ഈ ഭാഗമാണ് വരിക. അപ്പൊ അതുപോലെ വീഡിയോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൊതുവെ ഒരു സംശയം എല്ലാവർക്കും തോന്നാൻ 2-3 ചോദ്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ഇതിനിടയ്ക്ക് അത് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നതാണ്. ഒന്ന്, നമുക്കിപ്പോ ഗൂഗിൾ മീറ്റ് ഉണ്ടല്ലോ, ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. പുതിയൊരു സംഭവത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഗൂഗിൾ മീറ്റിലെ ആളുകളെ എണ്ണം ഒക്കെ ലിമിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനിയും ജനുവരി 1-ാം തീയതി മുതൽ പെട്ടെന്ന് ഗൂഗിൾ പ്രഖ്യാപിക്കുകയാണ് ഇതൊക്കെ പെയ്ഡ് ആക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാവും. അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് മെയിൽ തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കണ്ടന്റ് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്, 30 ദിവസം കഴിഞ്ഞ കണ്ടന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ജനുവരി മുതലായിരിക്കാം ചിലപ്പോൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ അതിനകത്ത് നിന്ന് പോകാനും നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പരീക്ഷ എടുക്കുന്ന സമയത്ത് അത് ആവശ്യം ഒന്നുകൂടെ നോക്കണമെങ്കിൽ ചിലപ്പോൾ ആ കണ്ടന്റ് ഇല്ലാതാവാനൊക്കെ സാധ്യതയുണ്ട്.
ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഈ ഒരു കോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ സാധിക്കും. അതൊരു കാര്യം. പിന്നെ അടുത്തത്, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അന്നേരം പിന്നെ ഇതിന്റെ ആവശ്യമുണ്ട്, ഇനി അധികകാലത്തേക്ക് നമുക്ക് വേണോ എന്നുള്ള കാര്യമൊക്കെ തോന്നുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഡേവിഡ് സായി സാർ ഒരിക്കൽ പറഞ്ഞു, അതായത് കോഴ്സ് ഇനി തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ആവണമെന്നില്ല, ബ്ലെൻഡഡ് ലേണിംഗ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പം ഇതിലേക്ക് സാധനങ്ങൾ മെറ്റീരിയലൊക്കെ മൂഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികൾ പഠിക്കുകയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ 2 or 3 ബാച്ചായിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ആവാം. എന്തായാലും നമുക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാനോ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാനോ ഒക്കെ നമുക്കൊരു സ്ഥിരം ലേണിംഗ് പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. ആരും അതിലെ മെറ്റീരിയൽ കൈകടത്താത്ത തരത്തിൽ നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാം, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പല കോളേജുകളിലും ഇത് പ്രവർത്തിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ മൂഡിലാണ്. ഇത് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴേ അസൈൻമെന്റും സബ്മിഷനും എല്ലാ കാര്യവും ഇതിൽ ചെയ്യാണ്. യൂണിക്കോഡ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഏത് ഭാഷ വേണമെങ്കിലും ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതിലുള്ള കോഴ്സുകൾ എല്ലാം ഒന്ന് പരിചയപ്പെടുക. അതുപോലെ ഇതിലുള്ള പരിശീലന വീഡിയോകൾ എല്ലാവരും കാണുക. കണ്ടിട്ട് ഇത് ഇന്നത്തേത് കൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇത് നമുക്ക് സെൽഫ് ലേണിങ്ങിന് പറ്റുന്ന തരത്തിലാണ് ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇതിനകത്തിൽ ഉള്ളതെല്ലാം. ഇതുപോലെയായിരിക്കും കോഴ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നതും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയും തുടർന്നും നമ്മൾ ഇതുപോലെയുള്ള സെഷനുകളുണ്ട്. അതായത് നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷനുകൾ ഇനിയും വെക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാവരും തീർച്ചയായിട്ടും ഇത് പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ട്, ചെയ്തു നോക്കിയിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. സിജിൻ സാറുണ്ട്, അജൻ സാറുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഗൂഗിൾ നമ്മുടെ മൂഡിൽ ടീം എല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സപ്പോർട്ടിനായിട്ടും ഇവിടെയുണ്ട്. ഇത്രയാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ബട്ടൺ വളരെ പ്രധാനമായിട്ട് ഓർക്കണം, ടേൺ എഡിറ്റിംഗ് ഓൺ, ടേൺ എഡിറ്റിംഗ് ഓഫ്. ആ ഒരു ബട്ടൺ പ്രത്യേകം ശ്രദ്ധിക്കുക. ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്കാണ് എത്തുക. അതിൽ സൈഡിൽ കാണുന്ന ഐക്കണിൽ നിന്നാണ് നമ്മുടെ സൈറ്റ് ഹോമിൽ പോയിട്ട് എല്ലാ കാര്യവും നമ്മുടെ പഠന വീഡിയോകളൊക്കെ നോക്കാൻ കഴിയും. അതുപോലെ കോഴ്സുകൾ ഇവിടെ താഴെ തന്നെയുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സ് ഇവിടെ ഉണ്ട്. ഏത് കോഴ്സാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിച്ച് നമുക്ക് എഡിറ്റിംഗ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇത്രയാണ് വളരെ ചുരുക്കി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാനുള്ള കാര്യം ഇതാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു. താങ്ക് യു സർ. സാർ വളരെ വിശദമായിട്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ കണ്ട് സെൽഫ് ലേണിംഗ് എന്നൊരു സ്റ്റൈലിലാണ് ട്രെയിനിങ് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം ഇതുപോലെ ഗൂഗിൾ മീറ്റ് കൂടി നമുക്ക് എപ്പോഴും കുറേ നേരം ചർച്ച ചെയ്താലും അതിനേക്കാളും നമുക്ക് നല്ലത് ഓരോ പ്രാവശ്യവും ഡൗട്ട് തോന്നുമ്പോൾ ഈ വീഡിയോസ് റെഫർ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ വീഡിയോസ് ഉണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റി മാത്രമേ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് റിക്വസ്റ്റ് തന്നാൽ നമുക്ക് അതിന്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പാകത്തിന് ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ആ സെയിം കോഴ്സിനകത്ത് തന്നെ ആ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ടുകൾ വരും. ആ ഡൗട്ടുകൾ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഞങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വീഡിയോസ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങിയ വിഷയങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ ആദ്യം തോന്നാം. അതിനകത്ത് ഇതുള്ളൂ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ചെയ്യുന്ന സെയിം ലോജിക്ക് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു കോഴ്സിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിന്റെ അധ്യാപകനാണെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകൻ ഒരു കോഴ്സിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സുകളും കാണിക്കും. ഇപ്പോൾ ഹിസ്റ്ററി, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും കാണിക്കും. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് എ ബാച്ച് പഠിപ്പിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ മാത്സും ഇംഗ്ലീഷുമാണ് ഇംഗ്ലീഷ് എ ബാച്ച് എങ്കിൽ, ഇംഗ്ലീഷ് എ ബാച്ച് പഠിപ്പിക്കുന്ന ആള് ഈ സെയിം മെറ്റീരിയൽ എന്ത് ചെയ്യണം, 2 ഇതിനകത്തും പോസ്റ്റ് ചെയ്യണം.
അപ്പൊ മെറ്റീരിയൽ പോസ്റ്റിംഗ് എന്നുള്ളത് നമുക്കറിയാം, നമുക്കൊരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ ആദ്യം ഏറ്റവും അധികം സമയം എടുക്കുക. ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് നിസ്സാര ടൈം മതി. അതായത് ഇപ്പോൾ ആ ഒരു കോഴ്സ് മൈ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ആ കറസ്പോണ്ടിങ് കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ആഡ് ഫയലിന് കൊടുക്കുന്നു, എന്നിട്ട് രണ്ട് കോഴ്സിനകത്തും ഇതുപോലെ ചെയ്യണം. പിന്നെ ഇതിനകത്ത് അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ട്. അത് ഒരു വീഡിയോനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിനകത്തുള്ള അസൈൻമെന്റുകൾ അതേപടി ഇതിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്തൊരു ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിന്റെ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലോജിക്കിലാണ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഫോളോ ചെയ്യുക. അല്ലാതെ നമുക്കിപ്പോ ഇംഗ്ലീഷ് ABC 3, 4 അതുപോലെ F വരെ ഉണ്ടല്ലോ, അങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അതിന്റെ കോൺഫിഗറേഷൻ കുറച്ച് പ്രയാസമാണ്. അത്രയും കുട്ടികളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. അതിനേക്കാളും ശരിക്കും ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇത് ശരിക്കും ഓരോ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇത്രയും സെറ്റിങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോജിക്കിലാണ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും പോവുക. നമ്മളിപ്പോ ഒരു അധ്യാപകൻ ലോഗിൻ ചെയ്യുമ്പോൾ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കോഴ്സ് എടുക്കുന്നു, ആ കോഴ്സിനകത്തേക്ക് ആഡ് ഫയൽ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഫയൽ എടുക്കുന്നു, അടുത്ത കോഴ്സ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അസൈൻമെന്റുകളും ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ആ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ എന്താ പറയാ മിസ്റ്റേക്ക് ആണെന്നുണ്ടോന്ന്? സാറേ അഖിലയാണേ. സാറേ നമ്മ ഇപ്പൊ ആ ഒരു മറ്റേ ഗ്രൂപ്പിനിങ് ലോജിക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഫൈൻ ട്യൂൺ ആൻഡ് പേൾസ് ഫ്രം ദ ഡീപ്പ് എന്ന് പറയുന്ന 2 പേപ്പേഴ്സാണ് ഞങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒന്നിൽ കൂടുതൽ ജനറൽ ബാച്ചസിന് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 1A ഉണ്ടാവും, B ഉണ്ടാവും, C, അങ്ങനെ പല ബാച്ചസിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കോഴ്സ് പേജിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഫൈൻ ട്യൂൺ എന്നൊരൊറ്റ പേപ്പർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ബാച്ചിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താലേ പറ്റുള്ളൂ. വിധു സാർ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പേര് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് സാർ പറഞ്ഞായിരുന്നു. സാർ പറഞ്ഞത് എനിക്ക് അതൊന്നും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയായിരുന്നു സാർ. എവിടെ എക്സാക്ട്ലി ആണ് നമ്മൾ ആ പേര് നമുക്ക് മാറ്റാൻ പറ്റാന്നുള്ളത്? കോഴ്സിന്റെ പേര് നമുക്ക് പേര് മാറ്റിയാൽ മതിയല്ലോ. ഇപ്പൊ ഒരു ഫൈൻ ട്യൂൺ കുറെ ഫൈൻ ട്യൂൺ കാണുന്നുണ്ടെങ്കിൽ ആ ഫൈൻ ട്യൂണിന്റെ അവിടെ കോഴ്സിന്റെ അവിടെ റീനെയിം കൊടുത്തിട്ട്, അതായത് അഡ്മിനിസ്ട്രേഷനകത്ത് ഇപ്പോ അതെ അതായത് ഇപ്പൊ നമ്മൾ ചെയ്യിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സിനെയും നമ്മൾ അഡ്മിനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അഖില മിസ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആണ്. അപ്പോൾ മിസ് ലോഗിൻ ചെയ്യുമ്പോൾ അതിനകത്ത് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് അഡ്മിൻ മാത്രം കാണുന്ന ഓപ്ഷനാണ്. അപ്പോൾ സൈറ്റ് അഡ്മിനിസ്ട്രേഷനകത്ത് കോഴ്സസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മാനേജ് കോഴ്സസ് ഉണ്ട്. മാനേജ് കോഴ്സസ്, അതിനകത്ത് നമുക്ക് കോഴ്സിന്റെ പേര് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് മിസ് ആദ്യം ഇപ്പൊ ഇംഗ്ലീഷ് C അല്ലെങ്കിൽ ഇപ്പോ ഹിസ്റ്ററി എന്നതിന് കൊടുക്കാം. നമ്മുടെ ഇതിപ്പോ പഠിപ്പിക്കുന്ന അധ്യാപകന് മനസ്സിലാവുന്ന പോലെ കോഴ്സിന്റെ പേര് മാറ്റാൻ സാധിക്കും. അതാ ഫസ്റ്റ് ഇതിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ അല്ലെ? ബാക്കി ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യണ്ടല്ലോ അല്ലെ? വേണ്ട, ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. സിംഗിൾ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, വേറെയും കുറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ആ ടൈറ്റിൽ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി, ബാക്കി ഒന്നും നമ്മൾ ഒന്നും ചെയ്യണ്ട അല്ലെ? വേണ്ട, കാരണം നമ്മളിപ്പോ ആ സെയിം കോഴ്സിലേക്കായിരിക്കും ബാക്കിയുള്ള അധ്യാപകരും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ലോജിക് എന്നുള്ളത് ടോപ്പിക് ലോജിക്കാണ്. അതായത് ടോപ്പിക് നമുക്ക് കൃത്യം ഹെഡിങ്സ് കൊടുക്കാം. ക്രിയേറ്റ് ടോപ്പിക്സ് നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ഇപ്പൊ ഇംഗ്ലീഷ് C ബാച്ച് ഇപ്പോ ഇഫ് ഇറ്റ് ഈസ് ഷെയർഡ് ബൈ 2 or 3 പേഴ്സൺസ് അവർക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് താഴേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഓവർലാപ്പും കൺഫ്യൂഷൻ വരില്ല. ടീച്ചർ, ഞാനത് പറഞ്ഞിരുന്നു. അതായത് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ട് മാനേജ് കോഴ്സസ് എന്നുള്ളിടത്ത് എടുത്താൽ നമുക്ക് ഓരോ കോഴ്സിന്റെയും പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പേര് ചേഞ്ച് ചെയ്യാം. അവിടെ അന്നേരം നമ്മൾ ഒന്നിലധികം ഫൈൻ ട്യൂൺ കാണുമ്പോൾ ഫൈൻ ട്യൂൺ A ബാച്ച് അല്ലെങ്കിൽ B ബാച്ച്, അങ്ങനെ നമ്മൾ ആ ബാച്ചിന്റെ ടൈറ്റിൽ മാറ്റാം. നിങ്ങൾക്ക് തന്നെ മാറ്റാം. അത് ഏത് കോഴ്സാ, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം മലയാളം ഡിപ്പാർട്ട്മെന്റോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് നമുക്ക് തന്നെ അവിടെ നോക്കിയാൽ അറിയാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾ ഏത് ബാച്ച് ആണോ ആ ബാച്ചിലേക്ക് ആ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ കയറിയിട്ട് മാനേജ് കോഴ്സസിൽ ടൈറ്റിൽ റീനെയിം ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് എല്ലാവരും നോക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഏത് ബാച്ചിന്റെ ക്ലാസ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും.
അതിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ പ്രശ്നമുള്ളതാണ്, മലയാളത്തിനും ഹിന്ദിക്കും ഈ ആവശ്യമുള്ളതാണ്, മറ്റു വിഷയങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ സർ, ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ പോവുകയാണെന്ന് വിചാരിക്കുക, ലീവ് ചെയ്യുവാണെങ്കിൽ നമ്മളാണോ അതിന്റെ ആ കുട്ടിയുടെ പേര് റിമൂവ് ചെയ്യേണ്ടത്, അതോ അതെങ്ങനെയായിരിക്കും? പക്ഷെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റിംഗ്സ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആണ്. അപ്പൊ അതിൽ റൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്, ഇപ്പൊ നമ്മൾ ചെയ്ത ലോജിക് എന്നുള്ളത് ഒരു കോഴ്സിലേക്ക് ഒരു കൊഹോട്ട് ആഡ് ചെയ്യാൻ, കൊഹോട്ട് എന്നുള്ളതൊന്നുമില്ല, ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ആണ്. അപ്പൊ ഈ കൊഹോട്ടിലേക്ക് ഒരു യൂസറെ ആഡ് ചെയ്താൽ ആ കൊഹോട്ട് ആണ് ഈ കോഴ്സിലേക്ക് ബാധകമായിട്ടുള്ളത്. അപ്പൊ ഈ കൊഹോട്ടിനകത്തുനിന്ന് ഒരാളെ മാറ്റിയാൽ ആ ആൾ അവിടെ നിന്ന് മാറും. ഇപ്പൊ പുതിയ അഡ്മിഷൻ വന്നു, പുതിയ അഡ്മിഷൻ വരികയാണെങ്കിൽ ആ ഒരു കുട്ടിയെ ഈ കൊഹോട്ടിലേക്ക് ആഡ് ചെയ്താൽ ആ കുട്ടി ആ ഗ്രൂപ്പിലേക്ക് വന്നു. പിന്നെ വീണ്ടും അതിലേക്ക് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ അതിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആഡിങ് എ ന്യൂ യൂസർ ടു കൊഹോട്ട് എന്നൊരു വീഡിയോ ഇന്നലെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ മറ്റേ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് മാറുന്ന കുട്ടികൾ അല്ലെങ്കിൽ സബ്സിഡറി മാറുന്ന ഒരു കേസുകൾ ചിലപ്പോൾ എക്കണോമിക്സിലും ഫിസിക്സിലും ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു കേസുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മളിപ്പോ ഒരു യൂസറെ ആഡ് ചെയ്യുമ്പോൾ ആ യൂസറെ ഫോർ ഐഡന്റിഫിക്കേഷൻ യൂസർ വി ആർ യൂസിങ് ദി സർനെയിം. സർനെയിമിനകത്ത് നമ്മളൊരു കോഡ് കൊടുത്തു, അതായത് 20 BSc ഫിസിക്സ് സബ് കെമിസ്ട്രി എന്നൊരു കോഡ് കൊടുത്തു. അപ്പൊ അങ്ങനെ കുട്ടി മാറുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ പേരെടുത്തിട്ട് 20 BSc ഫിസിക്സ് സ്റ്റാറ്റ് ആക്കണം. എന്നിട്ട് ആ കുട്ടിയെ കറസ്പോണ്ടിങ് കൊഹോട്ടിലേക്ക് ആഡ് ചെയ്യണം. ഓരോന്നും ഓരോ ഗ്രൂപ്പാണ്. ഇതിപ്പോ എക്കണോമിക്സിന്റെ സബായിട്ട് മാത്സും ഹിസ്റ്ററിയുടെ ഒരു കൊഹോട്ട് ഉണ്ടാവും, മാത്സിന്റെ ഒരു കൊഹോട്ട് ഉണ്ടാവും. അപ്പോ ഒരു കുട്ടി സബ് മാറുകയാണെങ്കിൽ മാത്സിന്റെ കൊഹോട്ടിനകത്ത് ആ കുട്ടിയെ റിമൂവ് ചെയ്യുന്നു, ആ കുട്ടിയെ ഹിസ്റ്ററി കൊഹോട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് ജസ്റ്റ് മാറ്റുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യപ്പെടുമോ, അതോ നമ്മൾ മാനുവലി ഓരോരുത്തരെയും പിക്ക് ചെയ്ത് ആഡ് ചെയ്യണം? അല്ല, ഒരു കുട്ടിയാണല്ലോ മാറുന്നത്. അപ്പൊ ആ കുട്ടിയെ പിക്ക് ചെയ്ത് ഒരു കുട്ടി മാറുമ്പോൾ നമ്മൾ ആ കുട്ടിയെ പഴയ കൊഹോട്ടിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ കൊഹോട്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഈ കൊഹോട്ട് ഏതെല്ലാം കോഴ്സിലുണ്ടോ ആ കോഴ്സിലെല്ലാം തന്നെ മാറിക്കോളും. അതായത് ഈ ഗ്രൂപ്പിംഗ് മാത്രം നമ്മൾ ചെയ്യണം ഓരോന്നും. കാരണം അത് ഒരാളെ മാറ്റി അടുത്തേക്ക് ചെയ്യണം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയണേ, കൊഹോട്ട് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, എന്നാലും എല്ലാവർക്കും അതിന്റെ അർത്ഥമൊക്കെ അറിയായിരിക്കും. പഠന ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കുന്ന കുട്ടികൾ എല്ലാം ഒരു ഗ്രൂപ്പ്, ഒരു സെറ്റ്. അതുപോലെ BSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളെല്ലാം അങ്ങനെ ഉണ്ടല്ലോ. അതിലെ നമുക്ക് ഒന്നിച്ച് ഒരു സെറ്റ് ആളുകളെ ഒരു ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പം ആരും ഇതിനകത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആഡ് ചെയ്യാൻ എല്ലാ കുട്ടികളെയും ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ അഡ്മിഷൻ പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാം, ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കോഡ് കൊടുത്തിട്ട് ചേരാൻ വേണ്ടി അങ്ങോട്ട് പറയുന്ന അവസ്ഥയാണുള്ളത്. ഇതങ്ങനെയല്ല. യൂസിഫുൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന നമ്മൾ ഇത് സെറ്റ് ചെയ്ത സമയം വരെ കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിൻസാർ ചോദിച്ച പോലെ പ്രശ്നം, അതായത് സിൻസാർ പറഞ്ഞല്ലോ, ഓരോ കുട്ടിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് കോഴ്സാണ്, ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണെന്നുള്ള കാര്യം എല്ലാം വരുന്ന പോലെ അവർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഐഡന്റിഫിക്കേഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ആ പേരിൽ എഡിറ്റ് ചെയ്തിട്ട് അത് വേറൊരു ഗ്രൂപ്പിൽ ഒരു കുട്ടിയായിട്ട് വേണേലും നമുക്ക് ചേർക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വേണേലും ചേർക്കാം. അപ്പൊ ആ പഠന ഗ്രൂപ്പിലേക്ക് ആ ഒരു പുതുതായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്ന കുട്ടി, അല്ലെ പുതുതായിട്ട് വന്ന കുട്ടിയെ നമ്മൾ ഇനിയും ചേർത്താൽ മതി. നിലവിൽ ഇപ്പൊ എത്ര കുട്ടികളുടെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളെ സഹായം എല്ലാ ഹെൽപ്പും ചെയ്യുന്നതാണ്. ഏതെങ്കിലും കുട്ടിയെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. സിൻസാറിനോട് പറഞ്ഞാൽ ഞങ്ങൾ ആര് വേണമെങ്കിലും അത് ഹെൽപ്പ് ചെയ്യാം. ഇതിനകത്തിലെ വീഡിയോസ് ഉണ്ട്, വീഡിയോയിൽ അത് ഓരോന്നും കാണിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ അത് ചേർക്കാവുന്ന 2 കുട്ടികളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കേസല്ല. അപ്പൊ എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പൊ ഇതുവരെ അഡ്മിഷൻ എടുത്തവരെ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇനി ആരോടും നമ്മൾ ഇതിൽ ചേരാൻ വേണ്ടി അങ്ങോട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർമാർ പേരെന്ന് പറഞ്ഞേക്കാം. കാരണം എന്തെങ്കിലും ഒരു സെറ്റിംഗ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും ഡിപ്പാർട്ട്മെന്റിനകത്ത്.
CME അജൻ സാറാണ്, ഇംഗ്ലീഷിൽ അഖില മിസ് ആണ്, ബോട്ടണി അൽകുമാർ സാറാണ്, ബയോടെക്നോളജി ആശ ടീച്ചറാണ്, ദെൻ കെമിസ്ട്രി ദിവ്യ ടീച്ചറാണ്, മാത്സിൽ കുര്യൻ സാറാണ്, കമ്പ്യൂട്ടർ സയൻസ് എലിസബത്ത് മിസ് ആണ്, കെമിസ്ട്രി പറഞ്ഞു, ഹിസ്റ്ററി ജൂബി മിസ് ആണ്, ദെൻ സുവോളജി റിമ ടീച്ചറാണ്, കൊമേഴ്സിൽ റിഞ്ചു അബ്രഹാം മിസ് ആണ്, ഹിന്ദിയിൽ റൂബി ടീച്ചറുണ്ട്, സൈക്കോളജി ക്ഷേമ മിസ് ആണ്, മലയാളം ഷിനി മിസ് ഉണ്ട്, ഫിസിക്സ് ഷിനോജ് സാറ്, MBA സ്നേഹ, എക്കണോമിക്സ് സുനിൽ സാറ്, ദെൻ MCA വീണ മിസ് ആണ്. ഇവർക്കെല്ലാം എല്ലാവരെയും അഡ്മിനാക്കി മാറ്റിയിട്ടുണ്ട്. എന്ത് സെറ്റിങ്സ് ചെയ്യാനായിട്ടും എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പൊ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ ചേഞ്ചുകൾ അവർ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം ഇത് നമുക്കറിയാം, ഇത്രയധികം കോഴ്സ് ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കമ്പൈൻഡ് എഫേർട്ടിനകത്ത് കൃത്യമായിട്ട് എല്ലാവരും സഹകരിച്ചു. ഇതുപോലെ ഓരോ സെമിനാർ സെറ്റിങ്സിനകത്തും ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു 2-3 കാര്യങ്ങൾ മാത്രം ചെയ്ത് നമുക്കത് സ്മൂത്ത് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഇപ്പൊ തോന്നുന്നുണ്ടോ? കാരണം ഇത് എല്ലാവരും ചെയ്ത് നോക്കാനും ഡൗട്ട്സുകൾ വരില്ല. ഇപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സാറേ, നമ്മുടെ UGയില് ഫസ്റ്റ് സെമസ്റ്ററിന്റെ കോഴ്സ് മാത്രമാണോ ആഡ് ചെയ്തേക്കുന്നത്? അതായത് UGയില് എല്ലാ കോഴ്സിന്റെ പേരും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് സെമ്മിന്റെ അധ്യാപകരെ മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. അതായത് ഫസ്റ്റ് സെമ്മിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ കോഴ്സിലേക്കാണ് കുട്ടികളെയും അധ്യാപകരെയും ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും പേരുകൾ ചെയ്തിട്ടുണ്ട്. കോഴ്സ് നെയിംസ് കാണാൻ പറ്റും, നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ആർക്കെങ്കിലും കോഴ്സ് ഇപ്പൊ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെയ്യാനില്ല. അതിനകത്ത് ജസ്റ്റ് കുട്ടികളെ ആഡ് ചെയ്യുക, ഈ ടീച്ചർ അസൈൻ ചെയ്യാം. അതായത് നമ്മുടെ സൈറ്റ് ഹോം എടുത്ത് നോക്കുമ്പോൾ എല്ലാ കോഴ്സും ഉണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് ഫസ്റ്റ് സെമ്മിലാണ് ഇപ്പോൾ വരുന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മളിനി ജനുവരിയിലേക്ക് ഇപ്പൊ ഓൾറെഡി നമ്മൾ 6th 4th ഈ 1 സെമ്മിലേക്ക് കടന്നില്ലേ? അപ്പോൾ അതിനു മുമ്പായിട്ട് ജനുവരിയിലേക്ക് തുറന്നു വരുമ്പോഴേക്കും നമ്മൾ അതിന്റെയും ഈ ഡാഷ്ബോർഡിലേക്ക് ആഡ് ചെയ്ത് വെക്കണമായിരിക്കും അല്ലേ? അതായത് കോളേജിൽ നിന്ന് പറഞ്ഞത് ഈ വർഷത്തെ അഡ്മിഷന്റെ കൂടെ പോകാൻ പറഞ്ഞത്. അതായത് ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രയാസമായതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് സെം UGയും ഫസ്റ്റ് സെം PGയും മാത്രം ചെയ്തു പോവുക. നെക്സ്റ്റ് സെം ആകുമ്പോൾ അടുത്ത വർഷം 2 ബാച്ചിൽ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് പരിചയമാകാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ഇപ്പോൾ ഉള്ള ബാച്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം ഫസ്റ്റ് ഇയറിന് മാത്രം ചെയ്ത് നോക്കുക. ഇപ്പൊ അങ്ങനെയല്ല, സെക്കൻഡ് ഇയറിന് കൂടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചെയ്യാം. കോഴ്സ് ഒന്നും ചെയ്യാനില്ല, കോഴ്സിനകത്തേക്ക് കുട്ടികളെ സെറ്റ് ചെയ്യുക, ടീച്ചറെ അസൈൻ ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറേ, ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ കുട്ടികൾക്ക് അവർക്ക് അവരുടെ അഡ്മിഷൻ നമ്പറും മൊബൈൽ നമ്പറും ആണ് അല്ലെ അവരുടെ പാസ്വേഡ് യൂസർ നെയിമായിട്ട് വരുന്നത്? അതെ അതെ. അതായത് ഒരു യുണീക്ക് നമ്പറിന് വേണ്ടി അഡ്മിഷൻ നമ്പർ യൂസർ നെയിം ആക്കി, പാസ്വേഡ് ഫോൺ നമ്പർ കൊടുത്തു. ഏത് കുട്ടിക്കും ഏത് സമയത്തും അവരുടെ ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈലിനകത്ത്, അപ്പൊ അധ്യാപകർക്കാണെങ്കിലും പ്രൊഫൈലിനകത്ത് നമുക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതേ ലിങ്ക് തന്നെ അവർക്ക് കൊടുത്താൽ മതിയോ? മതി. വെറുതെ അവർക്ക് നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് നിന്ന് ഒരു ലിങ്ക് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ lms.uccollege.edu.in അതിനകത്ത് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പറും പാസ്വേഡും പുറത്ത് കയറുകയാണെങ്കിൽ ആ കുട്ടി ഒരു കുട്ടിയായിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ടേൺ എഡിറ്റിംഗ് ഓൺ ഓഫ് കണ്ടല്ലോ, നമ്മൾ ടേൺ എഡിറ്റിംഗ് ഓഫ് എന്ന മോഡിനകത്ത് നമ്മൾ കാണുന്ന സെയിം തന്നെയായിരിക്കും കുട്ടി കാണുന്നത്. അവർക്ക് ടേൺ എഡിറ്റിംഗ് ഓൺ എന്ന ഓപ്ഷൻ അവർക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എക്സ്ക്യൂസ് മീ സിജിൻ സർ, ഷീനു ആണ് സർ. ചോദിച്ചോട്ടെ, കേൾക്കാമോ? ഹലോ സർ, നമ്മളിപ്പോ നാളെ ഇപ്പോൾ ഒരു ബാച്ചിന് ഈ ക്ലാസ് ഇതിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ അവരോട് എന്താ പറയണ്ടേ? നമ്മളിപ്പോ കോഴ്സ് മെറ്റീരിയൽ ഫയൽ അപ്ലോഡ് ചെയ്തു ക്ലാസ്സിൽ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ പറയണോ അതോ
കോമൺ കോളേജിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ പോയിട്ടാണോ അത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ കുട്ടിയുടെ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവരെ കുട്ടീനെ യൂസർ നെയിം പാസ്വേഡ്സ് അറിയിച്ചാൽ മാത്രം മതി. പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ലോഗിൻ ഈ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ഡിപ്പാർട്ട്മെന്റ്സ് അറിയിക്കണം. ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് ചാർജോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിന്റെ കറസ്പോണ്ടിങ് ആൾ എന്ത് ചെയ്യുക, ഈ കുട്ടികളുടെ യൂസർ നെയിം ആ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് യൂസർ നെയിം മാറ്റുകയും, യൂസർ നെയിം അല്ല പാസ്വേഡ് മാറ്റാൻ ആവശ്യപ്പെടാം. എന്നിട്ട് അവർക്കത് യൂസ് ചെയ്യാം. ഈ സൈറ്റ് അഡ്രസ്സ് മാത്രം മതി. സൈറ്റ് അഡ്രസ്സ് കൊടുത്തു യൂസർ നെയിം പാസ്വേഡ് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് നമ്മൾ ആക്സസ് ചെയ്യുന്ന പോലെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റ്സ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം അല്ലെ? ഇപ്പം നാളെ എനിക്ക് സൈക്കോളജി ഫിസിക്സിന്റെ ഒരു ക്ലാസ്സിന് കൊടുക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ആദ്യം അല്ലേ? ഈ യൂസർ ഞാൻ 2 ദിവസം മുമ്പ് തന്നെ യൂസർ നെയിം പാസ്വേഡ് ഗ്രൂപ്പിനകത്ത് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർമാർ കൊടുത്തിട്ടുണ്ട്. അവരത് ഷെയർ ചെയ്യണം. അത് ഗ്രൂപ്പിൽ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ് അവരുടെ കുട്ടികളുടെ മാത്രം എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കുട്ടികൾക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. കുട്ടികൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ആപ്പ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മൊബൈലില് വെറുതെ ഈ lms.uccollege.edu.in എന്നുള്ള അഡ്രസ് ടൈപ്പ് ചെയ്താൽ മൊബൈൽ ഫോണിൽ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. അതിനകത്ത് ലോഗിൻ എന്നുള്ള മുകളിൽ വരും. നമ്മളിപ്പോൾ നോക്കിയാൽ, നിങ്ങൾ ഓരോരുത്തരും മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ അറിയാൻ കഴിയും. അതില് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരുടെയും റോൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ പേര്, അവരുടെ ഇത് കൊടുത്തിരിക്കുന്നത് ആ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ലോഗിൻ ചെയ്യുക. അതിന് പ്രത്യേക ആപ്പുകളൊന്നും ആവശ്യമില്ല. സാധാരണ ബ്രൗസറിൽ തന്നെ ലോഗിൻ ചെയ്യാവുന്നതാണ്. പിന്നെ യൂസർ നെയിം പാസ്വേഡ് കോമൺ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ നമ്പർ, ഫോൺ നമ്പർ പറഞ്ഞല്ലോ, അത് പറഞ്ഞു കൊടുത്താലും മതി. ടൈപ്പ് ചെയ്യുമ്പം എറർ ഉണ്ടാവാതിരുന്നാൽ മതി. എന്നാലും നമുക്ക് ആ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിലേക്ക്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ആ യൂസർ നെയിം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തന്നിട്ടുള്ള സ്റ്റുഡന്റിന്റെ യൂസർ നെയിം പാസ്വേഡ് ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ അവര് ലോഗിൻ ചെയ്തുകൊള്ളു. സാർ അതിന്റെ കൂടെ ആഡ് ചെയ്യട്ടെ. അതായത് ഇപ്പോഴേക്കും ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ നമ്പറും ഫോൺ നമ്പറുമാണ് യൂസർ നെയിം പാസ്വേഡ്സും മാത്രം അറിയിച്ചാൽ മതിയല്ലോ. ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കുട്ടിക്ക് അറിയാം. അവർ ഡേറ്റ എൻട്രി നടത്തിയ സമയത്ത് എന്ത് ഫോൺ നമ്പർ കൊടുത്തോ ആ ഫോൺ നമ്പർ തന്നെയായിരിക്കും പാസ്വേഡ്. 1-2 കുട്ടികൾക്ക് മാത്രമേ ഈ ഫോൺ നമ്പർ ഇല്ലാത്തുള്ളൂ. അവർക്ക് അഡ്മിഷൻ നമ്പേഴ്സ് തന്നെയാണ് പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ അറിയിക്കുക, അതായത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പറാണ് യൂസർ നെയിം, അതുപോലെ പാസ്വേഡ് നിങ്ങളുടെ ഫോൺ നമ്പറാണ്. ആ ഒരു അറിയിപ്പ് മാത്രം പോയാലും മതി. പിന്നെ വിസാ പറഞ്ഞ പോലെ നമുക്ക് ബ്രൗസറിനകത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ കുട്ടി മൂഡിൽ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് മൂഡിൽ എന്നൊരു ആപ്പ് ഉണ്ട്. മൂഡിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ബ്രൗസർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സിന് മൂഡിൽ ആപ്പ് വഴി നമുക്ക് അപ്ഡേഷൻ സാധ്യമല്ല. മൂഡിൽ ആപ്പ് വഴി നമുക്ക് കുട്ടികൾക്ക് ഇത് കാണാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്ഡേഷൻ ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. അത് വളരെ സൗകര്യമാണ്. നമുക്ക് URL കൊടുത്ത് അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുപോലെ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയും ലിങ്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എംബഡ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. 2-3 ഓപ്ഷൻ ഉണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പൺ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് അങ്ങ് പോകും. പിന്നെ ആ വഴി കുട്ടികൾ പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിനകത്തിൽ എംബഡ് എന്നൊരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും. എംബഡ് എന്നുള്ള ഓപ്ഷൻ വെച്ച് നമ്മളെ വീഡിയോ ആഡ് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ URL ലിങ്ക് കൊടുക്കുന്നിടത്ത് നമുക്ക് ഈ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിരിക്കുന്നത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർച്ചയായിട്ടും കുട്ടിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് വായിക്കാനോ പഠിക്കാനോ ഒക്കെ കഴിയുന്നതാണ്.
വേറെ ഡൗട്ട്സ് ഇല്ലാതെ വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഡൗട്ട്സ് എല്ലാവരും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ 1-2 സെഷൻ കൂടി ഇതുപോലെ വെക്കാവുന്നതാണ്. സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ തീർക്കാൻ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള സെഷൻ വെക്കാവുന്നതാണ്. താങ്ക് യു സർ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ജസ്റ്റ് എല്ലാവരും ചാറ്റിനകത്ത് പേര് ടൈപ്പ് ചെയ്യാൻ നമുക്കൊന്ന് ആരൊക്കെ പങ്കെടുത്തു മനസ്സിലാവും. 40 പേര് പങ്കെടുത്തിട്ടുണ്ട്. ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് നമുക്ക് ലീവ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു മൂഡിൽ ലേണിംഗ് നല്ല അനുഭവമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. Thanks all. സിൻ സാറേ, സാറേ ഇതിന്റെ സ്റ്റോറേജ് വല്ല ലിമിറ്റേഷൻ ഉണ്ടോ നമ്മുടെ സൈറ്റില്? നമ്മുടെ സൈറ്റിലെ സ്റ്റോറേജിന് ലിമിറ്റേഷൻ ഉണ്ടോ? അതായത് എത്ര GB ഡാറ്റ നമ്മുടെ മൂഡിലിന്റെ നമ്മളിപ്പോ വാങ്ങിച്ചിരിക്കുന്ന ക്ലൗഡിൽ സ്പേസ് ഉണ്ട്? ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം നമുക്ക് 6000 ആണല്ലോ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും. എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് തയ്യാറാണ്, നമുക്കത് കപ്പാസിറ്റി കൂട്ടാമെന്ന് ഉദ്ദേശിച്ചത്. കുറച്ച് കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഗൂഗിളിനെ മറ്റൊക്കെ ഇപ്പൊ അവര് റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡാറ്റ എവിടെയെങ്കിലൊക്കെ നമ്മൾ തന്നെ എവിടെയെങ്കിലും സേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുമെന്ന് സംശയമുണ്ട്. അതെ, അപ്പൊ അത് അല്ല എങ്ങനെയാവും പറഞ്ഞത്. അതായത് ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ബാൻഡ്വിഡ്ത്ത് അതുപോലെ സ്പേസും ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് അനുസരിച്ച് ഗൂഗിള് പതുക്കെ അവരിങ്ങനെ അവരുടെ സ്റ്റൈല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അങ്ങനെയാണ് നമ്മുടെ ആദ്യം അഡിക്റ്റ് ആയിട്ട് അതെ, പിന്നെ നമ്മളെ കാശ് കൊടുത്ത് വാങ്ങി. ഓക്കെ ഓക്കെ.